നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ നിരന്തരം ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് അവിടെ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദ ആക്രമണങ്ങളെ തുടർന്ന് തന്നെയാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ വർഷം മെയ് 9 പാകിസ്ഥാനിലുണ്ടായ കലാപത്തിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് പങ്കുള്ളതായുള്ള ഒരു കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇമ്രാൻഖാനെതിരെ വിധി പറയാൻ സൈനിക കോടതി തയ്യാറെടുക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ സൈഫർ കേസിലും തോഷഖാന കേസിലും ഇസ്ലാമിക നിയമം ലംഘിച്ച് വിവാഹം കഴിച്ച കേസിലും ഒക്കെ പ്രതിയാണ് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി കൂടിയായ ഇമ്രാൻഖാൻ. അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം മെയ് 9 ഇമ്രാൻഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാനിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇസ്ലാമാബാദിലും ലാഹോറിലും റാവൽപിണ്ടിയിലും ഇമ്രാൻഖാന്റെ അനുകൂലികൾ വലിയ നാശനഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളും മാധ്യമ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ അനുഭാവികൾ തീവെച്ച് നശിപ്പിച്ചിരുന്നു. അന്ന് 100-ലധികം ആളുകൾക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ ഇമ്രാൻഖാന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ വലിയ കലാപം ഉണ്ടാക്കിയതെന്നും ഉള്ള കണ്ടെത്തലുണ്ട്. എന്തായാലും സൈനിക കോടതി ഇമ്രാൻഖാനെതിരെയുള്ള വിധി പറയാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇതിനു മുൻപ് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരുടെ അതേ ഗതി തന്നെയാണോ ഇമ്രാൻഖാനും സംഭവിക്കുക എന്നത് മാത്രമാണ്. എന്തായാലും പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിവാദം ഇത് അവിടെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയുടെ ഭാവി എന്താവും എന്നുള്ള വലിയ ചർച്ചയിൽ തന്നെയാണ് ഇപ്പോൾ ലോകം ഒന്നടങ്കം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.